അങ്കമാലിയിലെ സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മന്ത്രിമാർ പുറത്തേക്കിറങ്ങുന്നു. മന്ത്രി പി രാജീവും മന്ത്രി റൂഷി അഗസ്റ്റിനും സംസാരിക്കും. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മറ്റെല്ലാ രൂപത്തിലുള്ള സഹായവും ഗവൺമെൻറ് നൽകും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥരും കേസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റോഷി മിനിസ്റ്ററും ഞാനും ഇവിടെ വന്നതിന് ശേഷം അവിടെ ഇവരോടൊപ്പമുള്ള സിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ലോയറെയാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ ലോയറുടെ കാര്യത്തിൽ മറ്റേതെങ്കിലും സഹായം വേണമോ എന്ന കാര്യം ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അത് വേണ്ട, നല്ല ലോയർ തന്നെയാണ്. കുട്ടികളുടെ പാരൻസ് അവിടെ ഉണ്ട്. പാരൻസിന് കുട്ടികളെ കാണാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഭാഗം എന്നുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സഹായം വേണമെന്നാണ് അവർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അത് വീണ്ടും ഞങ്ങൾ അവിടുത്തെ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇന്ന് ബൈൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ ഇടയില്ല എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. കാരണം ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ശേഖരിച്ചിട്ട് വേണം ചെയ്യാനെന്നാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. അപ്പോൾ നാളെ തന്നെ അത് ഫയൽ ചെയ്യാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത് നാം കാണേണ്ട ഭാഗം, ഇത് ഒരു ക്രിസ്ത്യൻ പ്രശ്നം എന്ന നിലയിലല്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടന മതവിശ്വാസം പിന്തുടരുന്നതിനും മതവിശ്വാസം പ്രചരിപ്പിക്കുന്നതിനും മൗലിക അവകാശം ഉറപ്പു നൽകുന്നതാണ്. ആ അവകാശം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിലൊന്നാണ്. അപ്പോൾ അതെല്ലാ വിഭാഗക്കാർക്കും ഉള്ളതാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട്, ഭരണഘടനാ വിരുദ്ധമായി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യം, അതോടൊപ്പം ഭരണഘടന തന്നെ അപകടത്തിലാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ എല്ലാവരും ചേർന്നിട്ടാണ്. ഒരു ക്രിസ്ത്യൻ പ്രശ്നം അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ഒരു മുസ്ലിം പ്രശ്നം എന്ന നിലയിലല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണം എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. ശക്തമായി തന്നെയുള്ള പ്രതിഷേധം ഒരു വശത്ത് ഉയരുക, അതോടൊപ്പം തന്നെ നിയമപരമായി നമുക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളും തേടാനാണ് ശ്രമിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയിരുന്നു. ഞങ്ങളിവിടെ ഇവരെ കണ്ടു, സംസാരിച്ചു. സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ഡൽഹിയിലെ നമ്മുടെ റെസിഡൻറ്റ് കമ്മീഷണറേറ്റിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് നൽകുന്നുണ്ട്. തുടർച്ചയായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ ഇവിടെ കാണേണ്ട ഒരു വിഷയം രാജീവ് മിനിസ്റ്റർ സൂചിപ്പിച്ചു. ഇത് വളരെ ഗൗരവപൂർവം പൊതുസമൂഹം വീക്ഷിക്കുന്നൊരു പ്രശ്നമാണ്. മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ അല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സഹായം ആരോഗ്യ പരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നടത്തുന്ന സിസ്റ്റേഴ്സ്, അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനം അത് ചെറിയ തോതിൽ കാണുന്ന ഒന്നാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഈ സിസ്റ്റേഴ്സിന് 25 വർഷക്കാലത്തിലേറെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.